5000-ത്തിലധികം പേരെ കൊന്നൊടുക്കിയ പുരാതന റോമൻ സാമ്രാജ്യത്തിലെ ഒരു സേനാനായകന് റോമൻ സാമ്രാജ്യം നൽകുന്ന പദവിയാണ് ദി ട്രയംഫേറ്റർ. ഇങ്ങനെ ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നതിന് ശേഷം റോമൻ സാമ്രാജ്യത്തിലേക്ക് വരുന്ന ജയവീരനെ അഥവാ ട്രയംഫേറ്ററെ റോമൻ സാമ്രാജ്യവും ജനതയും സ്വീകരിക്കുന്നത് വളരെ പ്രത്യേകതയോടുകൂടിയാണ്. ഒരു വലിയ ജനസമൂഹം തെരുവിൻ്റെ രണ്ടു വശങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഈ ജയവീരൻ ശത്രുപക്ഷത്തു നിന്നും ജീവനോടെ പിടിച്ച രാജാവിനെയും സേനാനായകന്മാരെയും കൊള്ളയെയും എല്ലാം കൊണ്ട് ഈ പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വരവുണ്ട്. ഈ ജാഥയുടെ ആദ്യം നിലയുറപ്പിക്കുന്നത് പരാജയപ്പെട്ട രാജാവും പടയാളികളുമാണ്. പരാജിതരായ സൈന്യഗണത്തിൻ്റെ പുറകിലായി സ്ഥിതി ചെയ്യുന്നത് ആ രാജ്യത്തു നിന്നും പിടിച്ചെടുത്ത സ്വർണവും കിരീടങ്ങളും വിലയേറിയ വസ്തുക്കളുമാണ്. അതിനുശേഷമാണ് ദ ട്രയംഫേറ്റർ എന്ന പേരുള്ള യുദ്ധവീരനായ ഈ രാജാവോ അല്ലെങ്കിൽ സേനാധിപനോ ആഗമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യുദ്ധരഥത്തിൽ ഒരു അടിമയും നിൽക്കുക പതിവായിരുന്നു. ആ അടിമ തൻ്റെ കയ്യിൽ ഇലകൾ കൊണ്ടുണ്ടാക്കിയ ഒരു കിരീടം ഈ രാജാവിൻ്റെ തലയുടെ മുകളിൽ പിടിക്കും. അതിനുശേഷം ആ അടിമ ഉറക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: മൊമെൻറ്റോ മോറി, മൊമെൻറ്റോ മോറി, റിമെമ്പർ യു ആർ മോർട്ടൽ. രാജാവേ, നീയും അറിഞ്ഞുകൊള്ളുക, നീയും ഒരു മനുഷ്യനാണ്, നാളെ നീയും മരിക്കേണ്ടവനാണെന്ന് അറിഞ്ഞുകൊള്ളുക. സകലതും കരങ്ങളിലാണ് എന്നുള്ള ചിന്തയോടുകൂടെ വരുന്ന ഈ രാജാവ് ആവർത്തിച്ച് കേൾക്കുന്ന പദം എന്ന് പറയുന്നത് റിമെമ്പർ യു ആർ ഓൾസോ എ മോർട്ടൽ. നീയും ഒരു മനുഷ്യനാണെന്ന്, മരിക്കുവാനുള്ളവനാണെന്ന്, മൊമെൻറ്റോ മോറി എന്ന് നീ അറിഞ്ഞുകൊള്ളുക. ഈ ലോകത്തിൽ പിടിച്ചടക്കുന്നവർ അനേകരാണ്. അനേക രാജാക്കന്മാർ, അനേക പ്രൈം മിനിസ്റ്റർമാർ, അനേക പ്രസിഡന്റുമാർ പിടിച്ചടക്കുന്നതിൻ്റെ തിരക്കിലാണ്. അനേക രാഷ്ട്രീയ നേതാക്കന്മാർ പിടിച്ചടക്കുന്നതിന് വേണ്ടി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. എന്നാൽ എല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നാളെ നമ്മളും മരിക്കേണ്ടവരാണ്. ഇന്ന് നാം പിടിച്ചടക്കിയത് സകലതും, ഇന്ന് നാം അന്യായമായി പിടിച്ചടക്കിയത് സകലതും, ഇന്ന് സകലത്തിൻ്റെയും മുൻപിൽ നിന്നുകൊണ്ട് എല്ലാം നേടിയെടുത്തുവെങ്കിലും നാളെ നാം ഈ ഭൂമിയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ്, വിടവാങ്ങുന്നതിന് മുമ്പ് സകലതും ഈ ഭൂമിയിൽ വെച്ചിട്ടേ നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നാം നിത്യതയെക്കുറിച്ച് ഇന്നേ ചിന്തിക്കേണ്ടത്. നമുക്ക് ഈ ഭൂമിക്കപ്പുറമുള്ള ജീവിതത്തിൽ കൊണ്ടുപോകുവാൻ പറ്റിയ ഏക കാര്യം എന്ന് പറയുന്നത് ദൈവവുമായി നമുക്ക് ഇന്നുള്ള ബന്ധം മാത്രമാണ്. ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കണം എന്ന് പറയുന്നതിൻ്റെ പുറകിലുള്ള കാരണവും അതുതന്നെയാണ്. ഓരോ ദിവസവും നാം ജീവിക്കുമ്പോൾ നമ്മുടെ ആ ചെറിയ ലോകത്തെ നാം പിടിച്ചടക്കി നാം മുന്നോട്ട് പോകുന്ന സമയത്ത് ഓർത്തുകൊള്ളുക, മൊമെൻറ്റോ മോറി, നാമും മർത്യർ മാത്രമാണ്. ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും അത് ആരായാലും ഒരു ശ്വാസം മാത്രമാണ്.